Today we are going to study about electric power. നിങ്ങൾ ചിലപ്പോൾ ഇലക്ട്രോണിക് ഡിവൈസിന്റെ മുകളിൽ അതിന്റെ പവർ മാർക്ക് ചെയ്തിട്ട് കാണും 500 വാട്ട് ഓർ 100 വാട്ട് അങ്ങനെ അതിന്റെ പവർ മാർക്ക് ചെയ്തിട്ട് കാണാറുണ്ട്. അപ്പോൾ എന്താണ് പവർ? The amount of energy consumed by an electrical appliance in unit time is its power. അതായത് യൂണിറ്റ് ടൈമിൽ അതായത് ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് എനർജിയുടെ അളവിനെയാണ് പവർ എന്ന് വിളിക്കുന്നത്. ഇനി പവർ കാണാൻ വേണ്ടി നമ്മൾ 9th ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണത്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം ഇല്ലേ? P is equal to W by T. ഇനി ഇതില് പവറിന്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പവറിന്റെ യൂണിറ്റ്? പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി കറന്റ് ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജിയാണ് ഉണ്ടാവുന്നതെങ്കിൽ ആ ഇലക്ട്രിക് കറന്റ് ആ ഒരു സർക്യൂട്ടിൽ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആ ഹീറ്റ് എനർജിയാണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് P is equal to H by T. ഇനി H കാണാൻ നമ്മൾ 3 ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലോ. H equal to I square RT, H equal to VIT, H equal to V square T by R. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? P equal to I square RT by T. അപ്പോൾ ഈ 2 T ക്യാൻസൽ ചെയ്യാലോ. അപ്പോൾ നമുക്ക് പവർ കാണാനുള്ള ഒരു ഇക്വേഷൻ കിട്ടി. P equal to I square R. അപ്പോൾ ഈ കംപ്ലീറ്റ് ഡെറിവേഷൻ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇനി പവർ I square RT by T അല്ലേ നമ്മൾ ചെയ്തത്. അടുത്ത ഇക്വേഷൻ H equal to VIT ആണല്ലോ. അപ്പോൾ നമുക്ക് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ എഴുതാം? P is equal to VIT by T. ഈ 2 ടീം ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? VI എന്ന് കിട്ടും. അപ്പോൾ പവർ കാണാനുള്ള രണ്ടാമത്തെ ഇക്വേഷനായി P equal to VI. ഒന്നുകൂടി പറഞ്ഞുതരാം. പവർ കാണാനുള്ള ഇക്വേഷൻ W by T ആണ്. ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് എനർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ആ ഇലക്ട്രിക് എനർജി ഉണ്ടാക്കിയ ചെയ്ത വർക്ക് എന്ന് പറയുന്നത് ആ ഹീറ്റ് ഉണ്ടാക്കലാണ്. Therefore we can write P is equal to H by T. അതായത് Hന് പകരം നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? I square RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. I square RT by T. T ക്യാൻസൽ ചെയ്ത പവർ കാണാനുള്ള ആദ്യത്തെ ഇക്വേഷൻ P equal to I square R. രണ്ടാമത്തെ ഇക്വേഷൻ VIT യിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ P equal to VIT by T equal to VI. അപ്പോൾ പവർ കാണാനുള്ള സെക്കൻഡ് ഇക്വേഷനായി P is equal to VI. ഇനി പവർ കാണാൻ നമ്മൾ മൂന്നാമത്തെ ഇക്വേഷനായ V square T by R ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരുന്നു നോക്കാം. P equal to V square T by R that whole divided by T. അപ്പോൾ അതെങ്ങനെ കിട്ടും? P equal to V square by R. അപ്പോൾ 3 ഇക്വേഷനായി ടിയും ക്യാൻസൽ ആക്കപ്പെടുക ചെയ്യുന്നത്. അപ്പോൾ P equal to V square by R, P equal to VI, P equal to I square R. അപ്പോൾ നമ്മൾ ഹീറ്റ് കാണാനുള്ള 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആണെങ്കിൽ അതിന് T ക്യാൻസൽ ആകുന്നത് ഓർമ്മിച്ചാൽ മതി. അതായത് അതിന് ടൈം കൊണ്ട് യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? പവർ കിട്ടി. ഈ ഇക്വേഷനിൽ ബൈ T കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ബാക്കിയായി? I square R ബാക്കിയായി. അടുത്തതിൽ VI ബാക്കിയായി. അടുത്തതിൽ V square T by R ബാക്കിയായി. അപ്പോൾ പവർ കാണാനുള്ള 3 ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ടെക്സ്റ്റിലുണ്ട്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ടെക്സ്റ്റില് പേജ് നമ്പർ 22 an appliance of power 540 watt. അതല്ല, അത് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. അതിന്റെ താഴെയുള്ള a heating appliance has a resistance of 115 ohm. If 2 ampere current flows through it, what is the power of the appliance? അപ്പോൾ heating appliance has resistance of 115 ohm എന്ന് കണ്ട ഉടനെ നമുക്ക് എന്ത് എഴുതാം? R is equal to 115 ohm എന്ന് എഴുതാം. ഇനി കറന്റ് ഫ്ലോസ് എത്രയാണ്? കറന്റ് is equal to 2 ampere.
ദെൻ ഈ രണ്ട് വസ്തുക്കൾ വെച്ചിട്ട് അല്ലെ ഈ രണ്ട് ഡാറ്റാസ് വെച്ചിട്ട് നമുക്ക് പവർ കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഐ യു ആണ് ആറും ആണ് ഉള്ളത്. അപ്പൊ പി ഈക്വൽ ടു ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ഐ സ്ക്വയർ ആർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ വരും? 2 സ്ക്വയർ ഇൻറ്റു 115. 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു 115 ഈക്വൽ ടു എത്ര കിട്ടും? 460 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേരെ ഡാറ്റാസ് എഴുതി വെക്കുന്നു, എന്നിട്ട് അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡാറ്റാസ് എഴുതിയപ്പോൾ നമുക്ക് പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നു. അപ്പോൾ അതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 115 ഈക്വൽ ടു 4 ഇൻറ്റു 115 അത് ചെയ്തപ്പോൾ 460 വാട്ട് കിട്ടി. അപ്പം എല്ലാവരും ഇത് പെട്ടെന്ന് നോക്കി എഴുതുക. സ്വന്തമായിട്ട് ചെയ്താൽ മതി, സംശയം വരുമ്പോൾ മാത്രം ബോർഡ് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് അതേ പേജിൽ തന്നെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എ കറന്റ് ഓഫ് 0.4 ആംപിയർ ഫ്ലോസ് ത്രൂ ആൻ ഇലക്ട്രിക് ബൾബ് വർക്കിംഗ് അറ്റ് 230 വോൾട്ട്. വാട്ട് ഈസ് ദ പവർ ഓഫ് ദ ബൾബ്? അപ്പോൾ ഇതിൽ നമ്മൾ വായിക്കുക സ്റ്റാർട്ടിങ്. എ കറന്റ് ഓഫ് 0.4 ആംപിയർ, then we can write I is equal to 0.4 ampere. Then flows through an electric bulb working at 230 volt. V ആണ് അടുത്ത തന്നിട്ടുള്ളത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 വോൾട്ട്. Then what is the power of the bulb എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇക്വേഷൻ? പറയൂ, ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക്? P is equal to VI. അപ്പോൾ VI യൂസ് ചെയ്യുമ്പോൾ 230 ഇൻറ്റു 0.4 അല്ലേ? അപ്പോൾ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 230 ചെയ്യുക, എന്നിട്ട് ഒരു പോയിന്റ് പ്ലേസ് ഇടുക. അപ്പോൾ 4 0 4 3 12 എത്ര കിട്ടും? 920 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ റൈറ്റിൽ നിന്ന് നമ്മൾ ഇവിടെ ഒരു പ്ലേസ് കടത്തി പോയിന്റ് ഇടും. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 92 വാട്ട് എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കറന്റ് 0.4 ആംപിയർ എഴുതി, ദെൻ വോൾട്ടേജ് 230 വോൾട്ട് ഇട്ടു, ദെൻ പവർ ഇക്വേഷൻ യൂസ് ചെയ്തു. കാരണം ഇവിടെ വിയും ഐയും തന്നതുകൊണ്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് സ്യൂട്ടബിൾ? വി ഐ ആണ് സ്യൂട്ടബിൾ. അപ്പോൾ 230 ഇൻറ്റു 0.4 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 92 വാട്ട് അത് കിട്ടി. വളരെ സിമ്പിളാണ്. ഇനി അടുത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്യൂസ് പഠിച്ചപ്പോൾ അവിടെ ഫ്യൂസ് മെൽറ്റ് ചെയ്ത് പോയാൽ ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ട് ഫ്യൂസ് കെട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ സർക്യൂട്ടിനും അത് എത്രത്തോളം കറന്റ് അവിടെ വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഒരു ഡെഫിനിറ്റ് ആംപിയറേജ് ഉള്ള ഫ്യൂസ് വയർ ആണ് അത് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആംപിയറേജ്? ആംപിയറേജ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ പവർ ആൻഡ് വോൾട്ടേജ്. അതായത് ഒരു ഡിവൈസിന്റെ പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോനെയാണ് ആംപിയറേജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതില് നമ്മൾ ഇവിടെ പി എന്നാണ് ഇട്ടതെങ്കിലും ആംപിയറേജിന്റെ ഇക്വേഷനിൽ എഴുതുന്നത് വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നാണ്. അപ്പൊ വാട്ടേജ് എന്ന് പറയുന്നത് സംഭവം പവർ തന്നെയാണ്, വോൾട്ടേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ. പക്ഷെങ്കിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ റേഷ്യോ ബിറ്റ്വീൻ പവർ ആൻഡ് വോൾട്ടേജ് ഓഫ് ദി ഡിവൈസ്. പക്ഷെ ഇക്വേഷൻ പറയുമ്പോൾ ആംപിയറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നാണ് സാധാരണ ഉപയോഗിക്കാറ്. അതിന്റെ ടെക്സ്റ്റിൽ പേജ് 22 an appliance of power 540 watt is used in a branch circuit if the voltage is 230 volt. What is the amperage എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് തന്നിരിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്നത് P is equal to 540 watt. ഇനി അടുത്ത് തന്നിരിക്കുന്നത് എന്താണ്? V is equal to 230 volt. ഇനി ആംപിയറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആംപിയറേജ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ്. നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വാട്ടേജ് എന്ന് പറയുന്ന സംഭവം
പവർ തന്നെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2.34 ആംപിയർ എന്നാണ് കിട്ടുക. കാരണം നമ്മൾ പവർ വോൾട്ടേജ് തമ്മിലുള്ള റേഷ്യോ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് കറണ്ട് തന്നെയാണ്. ആംപിയറിൽ പറയുന്ന സാധനം കറണ്ട് തന്നെയാണല്ലോ. അപ്പോൾ 2.34 ആംപിയർ ആണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി ഇങ്ങനെ 2 ഡെസിമൽ പോയിന്റ് ആയിട്ടൊന്നും ആംപിയറേജ് പറയില്ല. അപ്പൊ ഇവിടെ ഇപ്പം 3.4 എന്നല്ലേ കിട്ടിയത്. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ചെറുതാക്കി 2.4 ആംപിയർ എന്ന് എഴുതാം. എക്സാമിന് നിങ്ങൾ ഇങ്ങനെ ഇട്ടാൽ തെറ്റൊന്നുമില്ല, പക്ഷെ ഇത് കാര്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് 2.4 ആംപിയർ അങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ ഒന്നുകൂടെ ആംപിയറേജ് എന്ന് പറയുന്നത് പവറും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ ആണ്. അത് കാണാനുള്ള ഇക്വേഷൻ ആണ് വാട്ടേജ് ബൈ വോൾട്ടേജ്. വാട്ടേജ് പവർ ആണ്, വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇനി ഇവിടെ നമ്മൾ പ്രോബ്ലം ചെയ്തു. പവർ ടെക്സ്റ്റിലുള്ള പ്രോബ്ലം ആണ്. നിങ്ങൾ ഇപ്പം തന്നെ അത് നോട്ട്ബുക്കിൽ ചെയ്തു വെക്കണം. ക്വസ്റ്റ്യൻ എഴുതുക, നോട്ട്ബുക്കിൽ എല്ലാം ചെയ്യുക. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു 540 വാട്ട്, then V is equal to 230 volt, amperage equal to wattage by voltage, 540 by 230 equal to 2.34 ampere. അതൊന്ന് ഹോൾ ആക്കി എഴുതുമ്പോൾ it is 2.4 ampere.